ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. മലേഷ്യയിലെ 3-ാം ദിവസമാണിന്ന്. ഇന്നത്തെ യാത്ര ബാട്ടു കേവിലേക്കാണ്. മലേഷ്യയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ബാട്ടു കേവ്. കൊലാലംപൂരിൽ നിന്നും 13 കിലോമീറ്റർ മാറി സെലാങ്ങോറിലാണ് ഈ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. ബാട്ടു കേവിന്റെ പ്രവേശന കവാടത്തിലുള്ള ഭീമാകാരമായ മുരുകൻ പ്രതിമ ലോകപ്രശസ്തമാണ്. ഏകദേശം 140 അടിയോളം ഉയരമുള്ള ഈ പ്രതിമ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ മുരുകൻ പ്രതിമകളിലൊന്നാണ്. ക്ഷേത്ര കവാടത്തിലെ മറ്റൊരാകർഷണമാണ് ഈ 272 വർണ്ണാഭമായ പടികൾ. ഈ അടുത്ത കാലത്താണ് ഇവയ്ക്ക് മഴവിൽ നിറങ്ങൾ നൽകിയത്. കുത്തനെയുള്ള പടികളാണ്, സൂക്ഷിച്ചു വേണം കയറാൻ. പ്രധാന ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ്. എന്നാൽ രാമായണ ഗുഹ, കേവ് വില്ല എന്നിവിടങ്ങളിൽ ചെറിയ ഫീസ് നൽകണം. സാധാരണയായി രാവിലെ 6 മുതൽ രാത്രി 9 വരെ ക്ഷേത്രം തുറന്നിരിക്കും. കൊലാലംപൂർ സെൻട്രൽ സ്റ്റേഷനിൽ നിന്നും മെട്രോ ട്രെയിൻ വഴിയും ബാട്ടു കേവ് സ്റ്റേഷനിൽ നേരിട്ടെത്താം. കൂടാതെ ടാക്സി അല്ലെങ്കിൽ ഗ്രാബ് സേവനങ്ങളും ലഭ്യമാണ്. പ്രകൃതിദത്തമായ ഗുഹകളും ഹൈന്ദവ ആചാരങ്ങളും ഇഴചേർന്ന ഈ സ്ഥലം മലേഷ്യയിലെത്തുന്ന ഏതൊരു സഞ്ചാരിയും തീർച്ചയായും സന്ദർശിക്കേണ്ട ഒന്നാണ്. ബാട്ടു കേവിലെ ഈ കൂറ്റൻ മലകൾ ഏകദേശം 400 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ടവയാണെന്ന് കരുതപ്പെടുന്നു. ഭൂമിശാസ്ത്രപരമായി ഇത് മെഗോട്ടെ എന്നറിയപ്പെടുന്ന ലൈംസ്റ്റോൺ കുന്നുകളാണ്. റെയിൻ വാട്ടർ ഇറോഷൻ വഴിയാണ് പാറകൾക്കുള്ളിൽ ഇത്തരം വലിയ ഗുഹകൾ രൂപപ്പെട്ടത്. ഫോസിലുകളുടെ ഒരു ശേഖരം കൂടിയാണിവിടം. ഈ ചുണ്ണാമ്പുകല്ല് പാറകൾക്കുള്ളിൽ പുരാതന കാലത്തെ കടൽ ജീവികളുടെയും പവിഴപ്പുറ്റുകളുടെയും ഫോസിലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ വംശനാശം സംഭവിച്ച ചില മൃഗങ്ങളുടെ പല്ലുകളും അസ്ഥികളും ഇവിടെ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. ബാട്ടു ഗുഹകളിലെ ഡാർക്ക് കേവ് പോലെയുള്ള ഭാഗങ്ങൾ ഇത്തരം പാറകളുടെയും അവിടുത്തെ പ്രത്യേക ജീവജാലങ്ങളുടെയും സംരക്ഷണത്തിനായി മാറ്റിവച്ചിരിക്കുകയാണ്. ശാസ്ത്രീയ പഠനങ്ങൾക്കായി മാത്രമേ ഇവിടേക്ക് പ്രവേശനം ലഭിക്കൂ. ഈ പ്രകൃതിദത്തമായ ശില്പങ്ങൾ ഭക്തിക്കൊപ്പം പ്രകൃതിയുടെ അത്ഭുതകരമായ വികാസ പരിണാമങ്ങളെയും സഞ്ചാരികൾക്ക് കാണിച്ചു തരുന്നു. ബാട്ടു കേവിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതും വർണ്ണാഭവുമായ ആഘോഷമാണ് തൈപ്പൂയം. ഫെബ്രുവരി മാസമാണ് ഈ ആഘോഷം നടക്കുന്നത്. ആ ദിവസം മലേഷ്യയിൽ പൊതു അവധിയായിരിക്കും. രഥയാത്ര, നേർച്ചകൾ, പാലഭിഷേകം, കാവടിയാട്ടം തുടങ്ങിയവയെല്ലാം ഉത്സവ ദിവസത്തെ പ്രത്യേകതകളാണ്. തൈപ്പൂയ സമയത്ത് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 10 ലക്ഷത്തിലധികം ഭക്തരും സഞ്ചാരികളും ഇവിടെ ഒത്തുചേരാറുണ്ട്. ബാട്ടു കേവിലെ പ്രത്യേകതയുള്ള വസ്തുക്കൾ വാങ്ങുന്നതിനായി നിരവധി ഷോപ്പിംഗ് സെന്ററുകളും ഇവിടെയുണ്ട്. തിരികെ ഇറങ്ങിയപ്പോൾ ഈ 2 കൊച്ചു പെൺകുട്ടികളുടെ നൃത്തം കുറെ നേരം നിന്ന് ആസ്വദിക്കുകയുണ്ടായി. പ്രകൃതിയുടെ വിസ്മയവും വിശ്വാസത്തിന്റെ കരുത്തും ഒരേപോലെ സമ്മേളിക്കുന്നിടമാണ് മലേഷ്യയിലെ ബാട്ടു കേവ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ബാട്ടു കേവ് വെറും ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല, അത് മലേഷ്യയുടെ സാംസ്കാരിക അടയാളം കൂടിയാണ്. ആത്മീയത തേടുന്നവർക്കും പ്രകൃതി സ്നേഹികൾക്കും ഒരേപോലെ പ്രിയപ്പെട്ട ഇടം ഒരിക്കലെങ്കിലും നേരിട്ട് കണ്ടു തന്നെ അറിയേണ്ടതാണ്. മലേഷ്യയുടെ വിശേഷങ്ങൾ ഇനിയും അവസാനിക്കുന്നില്ല. നിരവധി കാഴ്ചകളുമായി ഇനിയും എത്താം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
താങ്ക് യു ഫോർ വാച്ചിങ്.